നമസ്കാരം. ഇറാന്റെ സൈനിക താവളങ്ങളിൽ തീ തുപ്പുന്ന മിസൈലുകൾ. അമേരിക്കൻ ആക്രമണത്തിൽ ചാരമായി മാറി ടെഹ്റാൻ. ഇറാന്റെ സൈനിക താവളങ്ങൾക്ക് നേരെ വീണ്ടും അമേരിക്കൻ ആക്രമണം. ഹോർമുസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര കപ്പൽചാലുകൾക്കും അമേരിക്കൻ സൈന്യത്തിനും ഭീഷണി ഉയർത്തിയ ഇറാന്റെ ഡ്രോൺ നിയന്ത്രണ കേന്ദ്രത്തിന് നേരെ വീണ്ടും ട്രംപിന്റെ വ്യോമാക്രമണം. പശ്ചിമേഷ്യയിൽ സത്യത്തിൽ വീണ്ടും അനിശ്ചിതത്വം തുടരുന്നുവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇറാനിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കൻ സൈന്യം വീണ്ടും ശക്തമായിട്ടുള്ള വ്യോമാക്രമണങ്ങൾ നടത്തി. ഹോർമുസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര കപ്പൽചാലുകൾക്കും അമേരിക്കൻ സൈന്യത്തിനും ഭീഷണി ഉയർത്തിയ ഇറാന്റെ ഡ്രോൺ നിയന്ത്രണ കേന്ദ്രത്തിന് നേരെയാണ് US സറണ്ടർ കമാൻഡ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം അമേരിക്കൻ സൈന്യത്തിന് നേരെ കുതിച്ചു വന്ന ഇറാന്റെ 4 ആക്രമണ ഡ്രോണുകൾ ആകാശത്ത് വെച്ച് വെടിവെച്ചിട്ടതായിട്ട് US സൈനിക വക്താവ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ബന്ദർ അബ്ബാസിലുള്ള ഇറാന്റെ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രമാണ് അമേരിക്ക ആദ്യം തകർത്തത്. 5ാമതൊരു ഡ്രോൺ കൂടി വിക്ഷേപിക്കുവാൻ ഇറാൻ തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു ഈ പ്രതിരോധ ആക്രമണമെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരി മാസം 28-ന് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് ഇറാനെതിരെ നടത്തിയ ആക്രമണത്തോടു കൂടിയാണ് പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചത്. ആയിരക്കണക്കിന് ആളുകളുടെ ജീവനെടുക്കുകയും ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുവാൻ കാരണമാവുകയും ചെയ്ത ഈ യുദ്ധം ഇത് അവസാനിപ്പിക്കുവാൻ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് പുതിയ സൈനിക നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതിനിടെ അമേരിക്കയുമായി സമാധാന കരാറിന്റെ കരട് രൂപരേഖ തയ്യാറായെന്ന ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പൂർണ്ണമായിട്ടും വ്യാജമാണ് എന്ന് വൈറ്റ് ഹൗസ് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇറാനുമേലുള്ള നാവിക ഉപരോധം പിൻവലിക്കണമെന്നും ഹോർമുസ് കടലിടുക്കിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നും അമേരിക്കൻ സൈന്യത്തെ ഗൾഫ് മേഖലയിൽ നിന്ന് പിൻവലിക്കുമെന്നായിരുന്നു ഇറാന്റെ അവകാശവാദം. എന്നാൽ ഈ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും കെട്ടിച്ചമച്ചതാണ് എന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുകയാണ്. ഇറാനുമായിട്ടൊരു സമാധാന കരാറിലെത്താൻ തനിക്ക് യാതൊരു തിടുക്കവുമില്ല എന്ന് വൈറ്റ് ഹൗസിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. ചർച്ചകളിൽ ഇറാൻ തങ്ങൾ മുന്നോട്ട് വെച്ച നിബന്ധനകൾ ഇതുവരെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല എന്നും അമേരിക്കയ്ക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു കരാറിന് അവർ തയ്യാറാകാത്ത പക്ഷം നിർത്തിവെച്ച സൈനിക നടപടികൾ പുനരാരംഭിച്ച് ബാക്കി പണി കൂടി പൂർത്തിയാക്കുവാൻ മടിക്കില്ല എന്ന് ട്രംപ് ഭീഷണി മുഴക്കുകയും ചെയ്തു. അതായത് ഇറാനെ ഇനി ഒരു ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറയപ്പെടുന്നത് വെറും ചാരമാക്കി മാറ്റുക എന്നുള്ള തലത്തിലേക്ക് എത്താൻ വെറും 24 മണിക്കൂർ മതി എന്നുള്ള ഭീഷണിയാണ് ട്രംപ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഇറാൻ ഇപ്പോൾ ശൂന്യമായ ആവനാഴിയുമാണ് ചർച്ചയ്ക്കിരിക്കുന്നത് എന്നുള്ള ട്രംപിന്റെ പരിഹാസം കൂടി ഇറാനെ ചിലപ്പോൾ ചൊടിപ്പിച്ചേക്കാം. വരുന്ന നവംബറിൽ നടക്കാനിരിക്കുന്ന അമേരിക്കൻ ഇടക്കാല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെത്താൻ കരാറിന് ധൃതി കൂട്ടുമെന്ന് ഇറാൻ കരുതേണ്ടതില്ല എന്ന് കൂടി ട്രംപ് കൂട്ടിച്ചേർക്കുകയാണ്. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തനിക്ക് യാതൊരു ആശങ്കയുമില്ല എന്നാണ് ട്രംപിന്റെ നിലപാട്. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാതെ ഉപരോധം മാറ്റില്ല എന്നുള്ള നിലപാടിലേക്ക് അമേരിക്ക പൂർണ്ണമായിട്ടും എത്തിയിരിക്കുന്നു. എന്നാൽ അമേരിക്കൻ ആക്രമണങ്ങളെ ചെറുക്കാൻ തങ്ങളുടെ സൈന്യം നിറഞ്ഞ തോക്കുകളുമായിട്ട് തയ്യാറായിരിക്കുകയാണെന്ന് ഇറാന്റെ വിപ്ലവ ഗാർഡ്സ് വ്യക്തമാക്കുകയാണ്. ചർച്ചകളും ആക്രമണങ്ങളും ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പശ്ചിമേഷ്യയെ സത്യത്തിൽ വീണ്ടും കടുത്ത യുദ്ധഭീതിയിൽ ആഴ്ത്തിയിരിക്കുന്നു, ആശങ്കയിൽ എത്തിച്ചിരിക്കുന്നു. ഇറാന്റെ സൈനിക താവളങ്ങളിൽ അമേരിക്കയുടെ തീതുപ്പുന്ന മിസൈലുകൾ വീണ്ടും വീണ്ടും പ്രഹരിക്കപ്പെടുമ്പോൾ അമേരിക്കൻ ആക്രമണത്തിൽ ചാരമായി തീരുവാൻ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ടെഹ്റാൻ എന്ന് പറയേണ്ടി വരുന്നു. അത്തരത്തിലുള്ള ഭീഷണികളാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ വരുന്ന മണിക്കൂറുകൾ എന്ന് പറയപ്പെടുന്നത് ചിലപ്പോൾ അത്തരത്തിൽ വലിയ യുദ്ധ ഭീഷണികളിലൂടെ മുന്നോട്ട് പോകുന്ന നിമിഷങ്ങളായിരിക്കാം. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇറാന്റെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്കൻ മിസൈലുകൾ ചിലപ്പോൾ തീതുപ്പുന്ന പ്രവർത്തനങ്ങൾ നടത്തിയേക്കാം. പക്ഷെ അത് എപ്പോൾ എന്ന് മാത്രം പറയാൻ കഴിയില്ല. ടെഹ്റാനിൽ ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്കയുടെ അടുത്ത യുദ്ധം പ്രഖ്യാപനം ഉണ്ടാകും. അപ്പോൾ തന്നെ 24 മണിക്കൂറിൽ ടെഹ്റാനെ അടക്കം, ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനെ അടക്കം ചാരമാക്കി തീർക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ട്രംപിന്റെ ലക്ഷ്യം.